ആളൂരിൽ പോലീസ് ജീപ്പിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഗൗരവതരമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, മരിച്ച വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം ലഭ്യമാക്കുക, ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിയുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐയുടെയും എസ്എഫ്ഐയുടെയും നേതൃത്വത്തിൽ ആളൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ മാർച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം PV വിനു അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TK സന്തോഷ്, M രാജേഷ്, അപകടത്തിൽ മരിച്ച ജുവിൻ രാജുവിന്റെ ബന്ധു മോളി, SFI ജില്ലാ വൈസ് പ്രസിഡന്റ് ആൽവിൻ ഷാജി, IN ബാബു, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം IS അക്ഷയ്, SFI ജില്ലാ കമ്മിറ്റി അംഗം CR അഭിജിത്ത്, സാലിഖ് ഫസലുദ്ദീൻ, TA രാഹുൽ, VB ആർച്ച തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. സ്വാഗതം ആശംസിച്ച ഡിവൈഎഫ്ഐയുടെ മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ അക്ഷയ്, അവരുടെ അശ്രദ്ധ മൂലം ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആ അപകടത്തിൽപ്പെടുന്ന ആളുകളുടെ ചികിത്സാ ചെലവ് ഉൾപ്പെടെ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന സാഹചര്യം മുൻപും ഈ കേരളം കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസക്കാലം മുമ്പ് കേരളത്തിന്റെ അധികാരത്തിലേക്ക് വന്ന ഐക്യജനാധിപത്യ മുന്നണി സർക്കാരും ഈ ഇരിങ്ങാലക്കുടയുടെ MLA തോമസ് ഉണ്ണിയാടനും ഉൾപ്പെടെയുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ നാളിതുവരെയും ദിവസങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിലും ഈ വിഷയത്തിനകത്ത് ഇടപെട്ടുകൊണ്ട് ഇതിൽ പരിക്കേറ്റതും കൊല്ലപ്പെട്ടതുമായ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കേണ്ടുന്ന യാതൊരുവിധ ഇടപെടലും സംഘടിപ്പിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങൾ ഇത്തരത്തിലേക്ക് പ്രത്യക്ഷത്തിലൊരു സമരവുമായി വന്നിട്ടുള്ളത്. ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യം ഏറ്റവും ന്യായമായ മുദ്രാവാക്യമാണ്.